നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി സുരേഷ് ഗോപി മാധ്യമങ്ങളും അത്ര നല്ല രസത്തിലല്ല. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വഴി തടഞ്ഞുവെന്ന് ആരോപിച്ചുകൊണ്ട് സുരേഷ് ഗോപി തള്ളി മാറ്റിയതിന് കേസുമായി സുരേഷ് ഗോപിക്കെതിരെ കേസുമായി വരുന്നവരെയും കാണാം. അതുപോലെ തന്നെ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മനോരമയുടെ ഒരു കോൺക്ലേവിൽ സുരേഷ് ഗോപി ഈ ഒരു കാര്യത്തിൽ വ്യക്തമായി തുറന്നടിച്ചിരിക്കുകയാണ്. മനോരമയ്ക്ക് മാത്രമല്ല, പൊതുവായി എല്ലാ മാധ്യമങ്ങൾക്കും ഒരു താക്കീതായാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കേണ്ടത്. താൻ പച്ചയായ മനുഷ്യനാണെന്നും ന്യായമില്ലാത്ത എന്തിനേയും എതിർക്കുമെന്നും ആര് വന്നാലും കലിപ്പിലാകുമെന്നുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. മനോരമ ന്യൂസ് കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമപ്രവർത്തകരുടെ ശബ്ദത്തെ ജനങ്ങളുടെ ശബ്ദമായി കാണുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം മാധ്യമങ്ങളുടേത് ഈ ദുസ്വാതന്ത്ര്യമാണെന്നും വിമർശിച്ചു. ചില മര്യാദകൾ പാലിക്കപ്പെടേണ്ടതാണ്. എനിക്ക് എന്റേതായ അവകാശങ്ങളുണ്ട്. അത് എന്തിനാണ് തകർക്കുന്നത്? ജനങ്ങൾ അറിയേണ്ടത് പോലീസ് ചോദിക്കും, കോടതി ചോദിക്കും. മാധ്യമങ്ങൾക്ക് കോടതിയാകാൻ പറ്റില്ല. താൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആരോപണങ്ങളിലും ചോദ്യങ്ങളിലും അത് ചോദിക്കുന്ന മുഹൂർത്തത്തിലും ന്യായമുണ്ടെന്ന് കാണുന്നയാളാണ് താനെന്നും സുരേഷ് ഗോപി പറയുന്നു. മനോരമ ന്യൂസ് കോൺക്ലേവിലാണ് തന്റെ ആദ്യത്തെ കോൺക്ലേവ് എന്നും ഈ മുഹൂർത്തം തന്റെ ജീവിതത്തിലെ ആദ്യത്തെ മാറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ചേഞ്ച് മേക്കർ ഞാനല്ല, തൃശൂരിലെ ജനങ്ങളാണ്. മാറ്റത്തിന്റെ ഈ കാറ്റ് കൊടുങ്കാറ്റാകാൻ ജനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു മാറ്റമാകുമെന്നും സുരേഷ് ഗോപി പറയുന്നു. മലയാള ചലച്ചിത്ര മേഖലയിലെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് അമ്മയോട് സഹാനുഭൂതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നും പല പ്രാവശ്യം നീക്കപ്പെട്ട ആളുകളെ കുറച്ച് ഇതേ ന്യായമാണ് വ്യക്തമാക്കിയത്. എന്റെ നയം ഒരിക്കലും മാറിയിരിക്കില്ല എന്നും അത് രാഷ്ട്രീയം തനിക്ക് പ്രശ്നമല്ലെന്നും പിന്തുണയ്ക്കുന്നയാൾ ഏത് രാഷ്ട്രീയമാണെന്ന് നോക്കാറില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു. അതേസമയം കാരുണ്യ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നതിൽ യോജിക്കുന്നില്ല. അതിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തനിക്ക് വോട്ട് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു. ജയിക്കുകയാണെങ്കിൽ താമരയിൽ മാത്രം ജയിച്ചാൽ മതി എന്ന നിശ്ചയമുണ്ടായിരുന്നു. സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവർ നിശ്ചയിക്കും. അഴിമതി എന്ന കളങ്കം അവസാനം വരെയും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നും സുരേഷ് ഗോപി പറയുന്നു. തൃശൂരിൽ BJPയുടെ ജയം താൽക്കാലികമാണെന്നുള്ള മറ്റു പാർട്ടികളുടെ അഭിപ്രായത്തോട് ജനഹിതത്തെ വില കുറച്ച് കാണരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല, അതിൽ സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞ കാര്യം കൃത്യമായി തന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് ആ നിമിഷം പൊട്ടിത്തെറിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്. അതായത് 3 പ്രാവശ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 3 പ്രാവശ്യമാണ് തന്നോട് അഭിപ്രായം ആരാനായി ഈ മാധ്യമ പ്രവർത്തകർ വരുന്നത്. 4ാം തവണ അഭിപ്രായം ചോദിക്കാനായി എത്തിയപ്പോഴായിരുന്നു തന്റെ ക്ഷമ നഷ്ടമായത്. താൻ ഒന്നും പറയാതെ പോയ സമയത്താണ് വഴി തടയുന്നതായിട്ട് നിന്നത്. അപ്പോഴാണ് അങ്ങനെയാണ് താൻ ശുഭിതരായത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇത്തരം പത്രപ്രവർത്തനോട് തനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. ജനങ്ങളോട് കൃത്യമായ കാര്യങ്ങൾ എത്തിക്കുകയാണെങ്കിൽ ശരി, പക്ഷെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെ നടക്കില്ല എന്ന് വ്യക്തമായി പറയുകയാണ്. അതിനോട് താൻ എന്തായാലും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവ വികാസത്തിനോട് കൃത്യമായി താൻ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ വയനാട് വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആദ്യവും 2ാം തവണയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു, വീണ്ടും ഒരേ കാര്യം ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇവിടെ.